നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ 10 കൊല്ലത്തെ ഭരണം എത്രത്തോളം പരാജയമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്കും പാർട്ടിയുടെ ഉപസമിതികൾക്കും സർക്കാരിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ലെന്ന് CPM അഖിലേന്ത്യാ നേതൃത്വം പരസ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് പിണറായി വിജയനെയും സംസ്ഥാന നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്ന രൂക്ഷ വിമർശനങ്ങൾ ഉള്ളത്. പിണറായിയുടെ ഭരണം ജനങ്ങളിൽ വൻ അമർഷവും ജനവിരുദ്ധ വികാരവും ഉണ്ടാക്കിയെന്ന് കേന്ദ്ര കമ്മിറ്റി അടിവരയിടുമ്പോഴും അതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കള്ളം പറഞ്ഞ് ന്യായീകരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ശ്രമിക്കുന്നത്. 26 സീറ്റുള്ള പാർട്ടിയെ 5 സീറ്റിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ 5 കൊല്ലം അവിടെ ഇരുന്നാൽ മാത്രം മതിയെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പിണറായി വിജയൻ കേരളം ഭരിച്ചിരുന്ന കാലയളവിൽ കേരളത്തിൽ നടന്നത് പോലീസിന്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു എന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടേണ്ട പാർട്ടിയുടെ ബഹുജന സംഘടനകൾ കഴിഞ്ഞ 10 വർഷം തികച്ചും നിർജീവമായിരുന്നു. ചില മന്ത്രിമാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിച്ചു. ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിവ ചില പ്രമുഖ നേതാക്കളിൽ പടർന്നു പിടിച്ചു. ഇത്തരം മോശം പ്രവണതകൾ സമയത്ത് തിരുത്താൻ കഴിയാതിരുന്നതുകൊണ്ടാണ് CPMലുള്ള ജനവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടതെന്ന് അഖിലേന്ത്യാ നേതൃത്വം തുറന്നടിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് സംസ്ഥാന നേതൃത്വം കാണിച്ച ഒത്തുതീർപ്പ് രാഷ്ട്രീയവും റിപ്പോർട്ടിൽ വിരൽ ചൂണ്ടുന്നുണ്ട്. പത്മകുമാർ അറസ്റ്റിലായ ഉടൻ തന്നെ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന സെന്ററിൽ ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഉടനടി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വവും അത് കൂട്ടാക്കിയില്ല. തുടക്കത്തിൽ തന്നെ ആ നിർദ്ദേശം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ശബരിമല കേസിൽ പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാകില്ലായിരുന്നു. ഇതിനു പുറമെ PM ശ്രീ വിഷയത്തിൽ ഘടകകക്ഷിയായ CPIയുമായി ഉണ്ടായ തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിലെ ദാരുണമായ തോൽവിക്ക് കാരണം ജില്ലാ കമ്മിറ്റികളാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചതിനെയും കേന്ദ്ര കമ്മിറ്റി പൊളിച്ചടുക്കി. തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര വനിതകൾ, യുവാക്കൾ, ന്യൂനപക്ഷ സമുദായക്കാർ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കിയില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റികളുടെ തലയിൽ മാത്രം കൊണ്ടുപോയി ഇടാനും കഴിയില്ല. ഈ പരാജയത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയൻ ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. സംസ്ഥാന നേതൃത്വം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ല എന്ന വാദം തികച്ചും വ്യാജമാണെന്നും അഖിലേന്ത്യാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രയൊക്കെ റിപ്പോർട്ടുകൾ വന്നാലും കേന്ദ്ര കമ്മിറ്റി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും പിണറായി വിജയൻ എന്ന നേതാവ് ഇനിയൊന്നും തിരുത്താൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വേച്ഛാധിപത്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച ഭരണം കൊണ്ട് പാർട്ടിക്ക് അടിത്തറ ഇല്ലാതാക്കിയ നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. ഭരണത്തിലിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ അഴിമതികളും പോലീസിനെ അഴിച്ചുവിട്ടതും ബന്ധു നിയമനങ്ങൾ കൊണ്ട് ജനങ്ങൾ പാർട്ടിയെ കൈവിട്ടു. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ 5 വർഷം കൂടി ഇരുന്നാൽ പാർട്ടിക്കുള്ള ഈ ഒരു 26 സീറ്റ് എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വെറും 5 സീറ്റാക്കി ചുരുക്കി തരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം പാർട്ടി അഖിലേന്ത്യാ നേതൃത്വം പോലും തിരുത്താൻ പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ടും അഹങ്കാരത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഒരു മാറ്റവുമില്ലാത്ത ഭരണശൈലിയാണ് ഇവിടെ കണ്ടത്. പോലീസിന്റെ ഭരണവും ബോർഡ് നേതാക്കളുടെ സ്വർണ്ണക്കൊള്ളയും നേതാക്കളുടെ ആഡംബര ജീവിതവും കണ്ടും അടുത്ത ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. തെറ്റുകൾ മനസ്സിലാക്കാതെ ഇനിയും പിണറായി വിജയനെ മുന്നിൽ നിർത്തി മുന്നോട്ടു പോയാൽ CPM എന്ന പാർട്ടി കേരളത്തിൽ 0ലേക്ക് കൂപ്പുകുത്തുന്നതുവരെ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും.